ഇസ്രായേലുമായുള്ള വെടിനിർത്തൽ കരാർ ലംഘിച്ചെന്ന ആരോപണം നിഷേധിച്ച് ഇറാൻ രംഗത്ത്. വെടിനിർത്തൽ കരാറിന് പിറകെ ഇറാനിൽ നിന്ന് മിസൈൽ ആക്രമണം ഉണ്ടായതായിട്ടാണ് ഇസ്രായേൽ അറിയിച്ചിരുന്നത്. തുടർന്ന് ഇസ്രായേലിൽ മുന്നറിയിപ്പ് സൈറൺ മുഴക്കിയതായും പറയുന്നുണ്ട്. കൂടാതെ ആക്രമണത്തിനെതിരെ തിരിച്ചടിക്കാൻ പ്രതിരോധ മന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തു. അതേസമയം ഇറാൻ മിസൈൽ അയച്ചതിന് തെളിവില്ലെന്ന് ഇറാൻ മാധ്യമങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആക്രമിച്ചാൽ തിരിച്ചടി ഉണ്ടാകുമെന്നും ഇസ്രായേൽ ഇന്നലെ ആക്രമിച്ച ഇവിൻ തടവറയിൽ നിന്നുള്ള തടവുകാരെ ജയിൽ മാറ്റിയെന്നും ഇറാൻ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. മാത്രമല്ല, ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന് അയവ് വന്ന സാഹചര്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിലുണ്ടായ ഭീതി ഒഴിയുകയാണ്. പൂർവ്വസ്ഥിതിയിൽ വിമാന സർവീസ് തുടങ്ങിയെന്ന് ഒമാൻ എയർ അറിയിച്ചിട്ടുണ്ട്. ചെറിയ വൈകലുകൾ മാത്രമാണ് നേരിടുന്നത്. യാത്രക്കാർക്ക് എല്ലാ പിന്തുണയും നൽകുന്നുവെന്നും ഒമാൻ എയർ അറിയിച്ചു. 12 ദിവസം നീണ്ട ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന് ശേഷം വെടിനിർത്തൽ നിലവിൽ വന്നതിന് പിന്നാലെ ഇസ്രായേൽ വ്യോമപാത തുറക്കുകയാണ് ചെയ്തത്. ഇസ്രായേൽ എയർപോർട്ട് അതോറിറ്റിയാണ് വ്യോമപാത വീണ്ടും തുറന്നതായി വ്യക്തമാക്കിയത്. ഇറാൻ ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗിച്ചതിന് പിന്നാലെയാണ് ഇസ്രായേൽ വ്യോമപാത പൂർണ്ണമായും അടച്ചത്. പശ്ചിമേഷ്യയെ ആശങ്കയിലാക്കി 12 ദിവസം നീണ്ട ഏറ്റുമുട്ടലിനാണ് നിലവിൽ അന്ത്യമായത്. ഇറാനും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ നിലവിൽ വന്ന കാര്യം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് ആദ്യം ലോകത്തെ അറിയിച്ചത്. പിന്നാലെ ഇറാനും ഇസ്രായേലും വെടിനിർത്തൽ വാർത്ത സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷവും ഇറാൻ മിസൈലുകൾ ലോഞ്ച് ചെയ്തതായി അറിയാൻ സാധിച്ചതായാണ് ഇസ്രായേൽ സൈന്യം ചൊവ്വാഴ്ച വിശദമാക്കിയത്. ഇതിന് പിന്നാലെ വടക്കൻ ഇസ്രായേലിൽ സൈറണുകൾ മുഴങ്ങിയിരുന്നു. 6 മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ നിലവിൽ വരുമെന്നും 24 മണിക്കൂറിനുള്ളിൽ യുദ്ധം അവസാനിക്കുമെന്നാണ് ട്രംപ് സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ പ്രഖ്യാപിച്ചത്. എന്നാൽ ട്രംപ് ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ച ശേഷവും സംഘർഷം തുടർന്നിരുന്നു. ഇസ്രായേലിൽ ഇറാന്റെ വ്യോമാക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. പിന്നാലെ വെടിനിർത്തലിന് ഇറാൻ തയ്യാറായതായ റിപ്പോർട്ടുകൾ വരികയായിരുന്നു. ഇസ്രായേലും വെടിനിർത്തൽ വാർത്ത സ്ഥിരീകരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം അമേരിക്കയുടെ വെടിനിർത്തൽ പ്രഖ്യാപനം ടെഹ്റാൻ നിരാകരിച്ചതിനെ തുടർന്ന് പ്രത്യക്ഷത്തിൽ ഒരു ടേൺ ഇറാനിയൻ മിസൈൽ ആക്രമണങ്ങൾ, ഇതെല്ലാം 12 ദിവസം നീണ്ടുനിന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെയാണ് അടയാളപ്പെടുത്തുന്നത്. ഇസ്രായേലിൽ 4 പേരുടെ ജീവൻ അപഹരിച്ച 4 ആക്രമണ തരംഗങ്ങൾക്ക് ശേഷം ടെഹ്റാൻ ഒടുവിൽ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിൽ കലാശിച്ചു. ചൊവ്വാഴ്ച രാവിലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലും ഇറാനും പൂർണ്ണമായ വെടിനിർത്തൽ കരാറിലെത്തിയെന്നും 12 ദിവസത്തെ യുദ്ധം എന്ന് അദ്ദേഹം വിളിച്ചത് ഫലത്തിൽ അവസാനിച്ചെന്നും അവകാശപ്പെട്ടു. എന്നിരുന്നാലും അത്തരമൊരു കരാറിൽ എത്തിയിട്ടില്ലെന്ന് ഇറാൻ പെട്ടെന്ന് നിഷേധിക്കുകയായിരുന്നു. തങ്ങളുടെ ഭാഗത്തുനിന്ന് പോരാട്ടം നിർത്തിവെച്ചതായി സൂചിപ്പിക്കുന്ന ഒരു പ്രസ്താവന ഇറക്കുക മാത്രമാണ് ചെയ്തതെന്നാണ് പറഞ്ഞത്. ഈ സംഭവ വികാസങ്ങൾക്കിടയിലും ഇസ്രായേലിനു നേരെ ഇറാനിയൻ മിസൈൽ ആക്രമണങ്ങൾ നടന്നതായി റിപ്പോർട്ടുകൾ വന്നു. ട്രംപ് പ്രഖ്യാപിച്ച വെടിനിർത്തലിന് ശേഷം നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 4 പേർ കൊല്ലപ്പെടുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ടെൽ അവീവ് അവകാശപ്പെട്ടു. തൊട്ടു പിന്നാലെ ഇസ്രായേൽ അധിനിവേശ പ്രദേശങ്ങളിൽ ഇറാനിയൻ നടത്തിയ 4 തരംഗ ആക്രമണങ്ങളെ തുടർന്ന് വെടിനിർത്തൽ ആരംഭിച്ചതായി ഇറാനിയൻ സർക്കാർ നടത്തുന്ന മാധ്യമങ്ങൾ പ്രഖ്യാപിച്ചു. തുടർന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലേക്ക് പോയി ഇരുപക്ഷവും വെടിനിർത്തൽ ലംഘിക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. വെടിനിർത്തൽ കരാർ ടെഹ്റാൻ ആദ്യം നിരസിച്ചതിന് പിന്നാലെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയുടെ ഒരു നിഗൂഢ പോസ്റ്റും വന്നിരുന്നു. അതിൽ സജീവമായി ശത്രുത അവസാനിപ്പിക്കുന്നതായി അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. ഇസ്രായേലിനെ ആക്രമിച്ചതിന് ശിക്ഷിക്കുന്നതിനായി നമ്മുടെ ശക്തമായ സായുധ സേനയുടെ സൈനിക പ്രവർത്തനങ്ങൾ അവസാന നിമിഷം വരെ പുലർച്ചെ 4 മണി വരെ തുടർന്നു. എല്ലാ ഇറാനികളോടൊപ്പം അവസാന തുള്ളി രക്തം വരെ നമ്മുടെ പ്രിയപ്പെട്ട രാജ്യത്തെ സംരക്ഷിക്കാൻ തയ്യാറായി നിൽക്കുന്ന ശത്രുവിന്റെ ഏത് ആക്രമണത്തിനും അവസാന നിമിഷം വരെ പ്രതികരിച്ച നമ്മുടെ ധീരരായ സായുധ സേനയ്ക്ക് ഞാൻ നന്ദി പറയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ടെഹ്റാൻ നിയമവിരുദ്ധമായ ആക്രമണമെന്ന് ഇസ്രായേൽ പറയുന്നത് നിർത്തിവെച്ചാൽ ഇറാന് കൂടുതൽ സംഘർഷങ്ങളിൽ താല്പര്യമില്ല എന്ന് അരാക്ചി പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഈ പ്രസ്താവന വന്നത്. നേരത്തെ അരാക്ചി വ്യക്തമായ ഒരു വ്യവസ്ഥ വെച്ചിരുന്നു. ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കിയതുപോലെ ഇസ്രായേൽ ഇറാനെതിരെ യുദ്ധം ആരംഭിച്ചു, മറിച്ചല്ല. ഇപ്പോൾ വെടിനിർത്തൽ സംബന്ധിച്ചോ സൈനിക നടപടികൾ അവസാനിപ്പിക്കുന്നതിന് ഒരു കരാറുമില്ല. എന്നിരുന്നാലും ഇസ്രായേൽ ഭരണകൂടം ഇറാനിയൻ ജനതയ്ക്കെതിരായ നിയമവിരുദ്ധമായ ആക്രമണം ടെഹ്റാൻ സമയം പുലർച്ചെ 4 മണിക്ക് മുൻപ് അവസാനിപ്പിക്കുന്ന സാഹചര്യത്തിൽ അതിനുശേഷം ഞങ്ങളുടെ പ്രതികരണം തുടരാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നും വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.